ടെൽ മീ ഓണസ്റ്റ്ലി, നിങ്ങൾ പൂരത്തിന് പോയിട്ട് പൂരം കണ്ടായിരുന്നോ? അപ്പോൾ എങ്ങനെയാ, തൃശ്ശൂർ പൂരം കാണാൻ പോയാലോ? എല്ലാ കൊല്ലം പൂരത്തിൻ്റെ ടൈം ആകുമ്പോൾ സഭയിൽ ഞാൻ കാര്യം കൊണ്ട് ബോധിപ്പിക്കും, പൂരം കാണാൻ പോട്ടെ എന്ന്. പക്ഷെ ദേ വിൽ സേ നോ. അങ്ങനെ ഇത്രയും കാലം TCVയിൽ ലൈവ് കണ്ട അമ്മയും മോളും ഇന്ന് നേരിട്ട് പൂരം കാണാൻ പോവാണ്. ഇവിടുത്തെ അൺസൈക്കബിൾ ചൂട് കാരണം ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് എനർജറ്റിക് ആവാൻ വേണ്ടി അവിടെ നിന്ന് കിട്ടുന്ന ഫ്രീ മോര് പോയി കുടിച്ചു. വൈകിട്ട് തുടങ്ങുന്ന പൂരത്തിന് നമ്മൾ 2 മണിക്കൂർ മുന്നേ എത്തിയിരുന്നെങ്കിലും ആ വൈകിട്ട് തുടങ്ങുന്ന പൂരത്തിന് രാവിലെ തന്നെ സീറ്റ് ബുക്ക് ചെയ്ത ടീമുകളും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഉന്തം തള്ളിനും ശേഷം അമ്മയ്ക്കുള്ള കംഫർട്ട് സ്പേസ് കണ്ടുപിടിച്ചു. പോലീസുകാർ ക്രോസ് ബോർഡ് വെച്ചതിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് മാത്രം, അതിനുള്ളത് അമ്മയ്ക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോയ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം ഈ ലൈവ് സ്ക്രീനായിരുന്നു. ഇത് കണ്ടപ്പോൾ വീട്ടിലിരുന്ന് കണ്ടാൽ പോരെ എന്ന് വരെ തോന്നി. ഒന്നും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ നാട്ടുകാരനെ നോക്കിയിരുന്ന് ഞങ്ങൾ സങ്കടം മാറ്റി. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് അപ്പുറത്തുനിന്ന് വീശി തന്നു. എല്ലാം കണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു അൺസൈക്കബിൾ കാഴ്ചയായിരുന്നു ഇത്. ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാന്നുള്ളൊരു രീതിക്കായിരുന്നു ഈ ചേട്ടൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഹീസ് പണിഷിങ് ഹിംസെൽഫ് ഫോർ ഗെറ്റിംഗ് മണി. എന്താ പറയുക, നോ കമൻറ്റ്സ്. തിരക്കിൻ്റെ ഇടയിലൊന്നും കാണില്ല എന്ന് മനസ്സിലായതുകൊണ്ടും ഈ ഹൈറ്റ് വെച്ചൊന്നും കാണില്ല എന്നും ബോധ്യപ്പെട്ടുകൊണ്ടും ഈ മരത്തിൻ്റെ മുകളിൽ കയറാമെന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു പോയി. അങ്ങനെ ബോറടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ ചെളികൾ വാരി തുടങ്ങി. അസ്തഫറുല്ലാ. പിന്നെ പോലീസ് കൺട്രോൾ റൂമിൻ്റെ മുമ്പിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായ ഒരു പ്രത്യേക സ്പേസ് ഒഴിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എക്സിബിഷൻ ഇറങ്ങിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ വരെ നടന്നു. ക്രിയേറ്റീവ് ആയിട്ടുള്ള കടകളിൽ കയറി നിറങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, പൂരം കാണാൻ പറ്റില്ലെന്ന്. സോ മനസ്സറിഞ്ഞില്ലെങ്കിലും വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഹതഭാഗ്യം ഞങ്ങൾ മാത്രമാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ആരും മര്യാദയ്ക്ക് പൂരം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ കുടുംബത്തോട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോഴായിരുന്നു മിനി ഹെറിറ്റേജിൽ ഭയങ്കര ബഹളം. അപ്പോൾ അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ തന്നെ കുത്തിയിരുന്നു. ബട്ട് ലേറ്റർ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ പരിപാടി 7 മണിക്കാണെന്ന്. അങ്ങനെ നേരിട്ട് പൂരം കാണാൻ വന്ന് ഞങ്ങൾ ശരിക്കും TV സ്ക്രീനിൽ ആനേനെയും ആനയുടെ കുടമാറ്റവും എല്ലാം കണ്ടു. പക്ഷെ തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ട് വെറും കൈയോടെ പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വടക്കേച്ചിറ സ്ട്രീറ്റ് ഫുഡെന്ന് ഞങ്ങൾ നല്ല ദോശയും അതുപോലെ തന്നെ കുള്ളിയും ബീഫും കൂട്ടി വയറും മനസ്സും ഒരുപോലെ നിറച്ചു. അത്രയല്ലോ ഗൈസ്, ബൈ ബൈ. ഇനി യോഗമുള്ളൊരു തൃശ്ശൂർ പൂരത്തിന് കാണാം.